രാത്രി 1:30 മണിക്ക് മുകളിലുള്ള സെക്യൂരിറ്റി കടയുടെ ഓണർ നിഷാനെ വിളിക്കുകയും കടയിൽ നിന്ന് പുക വരുന്നു എന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നൗഷാദ് വിളിക്കുകയും നോക്കുമ്പോൾ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് കാണാൻ കഴിഞ്ഞത്. ഫയർഫോഴ്സും ഉണ്ടായിരുന്നു, പോലീസും ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു 1:30-1:45 മണിയായി. അപ്പോൾ തന്നെ എന്നെയും വിളിച്ചു, ഞാനിവിടെ വന്നു. അന്നേരം മുതൽ ഈ തീക്ക് ഒരു ശമനമില്ലാതെ ഫയർഫോഴ്സ് വളരെ പ്രയാസപ്പെട്ട് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ തീ അണയുന്നില്ല. താഴെ കൂട്ടമെടുത്ത് പൊളിച്ച് അകത്ത് കയറി താഴെ മാത്രം അവർ വെള്ളമടിച്ച് ശ്രമിക്കുമ്പോഴാണ് മുകളിൽ വളരെ സ്പീഡിൽ തന്നെ മുകളിൽ വലിയ തീ ഉണ്ടായി. അത് ആളി പടരുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ സമയത്തും ഇവിടെ ഫയർഫോഴ്സ് ഏകദേശം 10-25ഓളം വണ്ടികൾ വന്നു. അതിൻ്റെയൊക്കെ വെള്ളം തീർന്നു. പല വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും ഇവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് സംഭവം എന്നറിയില്ല. പല സർക്യൂട്ട് മൊത്തം ഇലക്ട്രിസിറ്റിയും ഓഫ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇന്നലെയും അതുപോലെ തന്നെ എല്ലാം ഓഫ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. എങ്ങനെ പറ്റിയെന്ന് ഒരു വിവരവുമില്ല. അത് എന്താണെന്നറിയാൻ ഇനി അധികൃതർക്ക് മാത്രമേ കഴിയൂ. ഫയർഫോഴ്സിൻ്റെയും ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അത് തിരക്കി അന്വേഷിച്ച് മാന്യമായ അതിൻ്റെ റിപ്പോർട്ട് കിട്ടുമ്പോഴേ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കൊല്ലം പായിക്കട റോഡിൽ രാത്രി 2 മണിയോടെ ഉണ്ടായ തീപിടുത്തമാണ്. 25ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ വന്നിട്ടും ഇതുവരെ തീയണയ്ക്കാൻ സാധിച്ചിട്ടില്ല.